ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ നമ്മുടെ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ ഡിഷസും കാര്യങ്ങളും അതും അങ്ങനെയുള്ള ഐറ്റംസും എല്ലാമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കിച്ചണിൽ ചെന്നപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ നല്ല അടിപൊളി സാമ്പാറും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയുമായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് എന്തെന്ന് പറയുന്നത് ഇഡ്ഡലിയും ദോശയും സാമ്പാറും ചമ്മന്തിയും എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇഡ്ഡലിയാണ് ആക്കിയിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഏറ്റവും ആദ്യം സാറായ്ക്ക് മോൾക്ക് ഫുഡ് കൊടുക്കാം എന്ന് വിചാരിച്ച് അപ്പം അവൾക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം എനിക്കുള്ളത് ഞാനെടുത്ത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സാറ വിശക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ സാറായ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 എണ്ണയ്ക്ക് കഴിക്കത്തുള്ളൂ, എങ്കിലും നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 3 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പാറും ഒഴിച്ച് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തിയൊക്കെ ഒഴിച്ച് അങ്ങ് കുതിർത്തി വെച്ചതിന് ശേഷം സാറാക്ക് വാരിക്കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ഇഡ്ഡലി, പിന്നെ സാമ്പാർ, ചമ്മന്തി. അപ്പോൾ സാറായുടെ ഫുഡാണ് ഇത്. അപ്പോൾ സാറാക്ക് ഞാൻ ഫുഡൊക്കെ വാരി കൊടുത്തതിന് ശേഷം സാറായുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സമാധാനമായിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഫസ്റ്റ് മീൽ, അതായത് എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഒരു ഗ്ലാസ് ചൂട് ചായയും പിന്നീട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് 3 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. 3 ഇഡ്ഡലിയും പിന്നെ അതുപോലെ തന്നെ ചമ്മന്തിയും സാമ്പാറും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വിളമ്പുന്നതും കഴിക്കുന്നതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അമ്മച്ചിയുടെ ഓരോ ഫുഡും എനിക്ക് അതുപോലെ പ്രിയപ്പെട്ടതാണ്. കാര്യം വെച്ചാൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയുടെ ഫുഡ് തന്നെയാണ്. അത് ഓൾമോസ്റ്റ് എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാണ്. സ്വന്തം അമ്മമാരുടെ ഫുഡായിരിക്കും ഏറ്റവും ഫേവറേറ്റ്. സംഭവം എന്താണെന്ന് വെച്ചാൽ മക്കളുടെ രുചിയും അതുപോലെ തന്നെ മണവും മക്കളുടെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ചുള്ള രുചിയും മണവും ഫ്ലേവറും എല്ലാം അമ്മമാർക്കറിയാവുന്നതുപോലെ, സ്വന്തം അമ്മമാർക്കറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയാൻ വഴിയില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അമ്മമാരുടെ ഫുഡായിരിക്കും മക്കൾക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ അമ്മച്ചിയുടെ ഫുഡാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അമ്മച്ചിയുടെ കുക്കിങ്ങിൻ്റെ 1% പോലും ഞാൻ ഒരു കുക്കല്ല, ഞാനെല്ലാം ഉണ്ടാക്കും. എങ്കിലും ടേസ്റ്റ് വൈസ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഫുഡാണ്. അപ്പോൾ എനിക്ക് ഈ നാട്ടിൽ വന്നിട്ടുള്ള ഫ്യൂ ഡേയ്സ് വളരെ ടേസ്റ്റി ആയിട്ട് എൻജോയ് ചെയ്ത് അമ്മച്ചിയുടെ ഫുഡ് കഴിക്കാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു പപ്പായായിരുന്നു, ഒരു ചെറിയ പപ്പായായിരുന്നു. അത് ഞാൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ ഓരോന്നോരോന്നായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് തോന്നിയപ്പോഴത്തേനും പപ്പായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കഴിക്കുകയാണ്. ഒരുപാട് പഴുത്തൊന്നും പോയില്ല, ഒരാവശ്യത്തിന് പഴുത്തിട്ട് അത്യാവശ്യം നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പപ്പായായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതിനുശേഷം ലഞ്ച് ടൈം ആയപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, ഒരു പിടി കുറച്ച് ചോറെടുത്തു. ഇതെന്ന് പറയുന്നത് ഞാനിപ്പോൾ സാറായ്ക്ക് കൊടുത്തതിന് ശേഷം എനിക്ക് കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ചോറെടുത്തതിന് ശേഷം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അവിയലാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അമ്മച്ചിയുടെ അവിയലെന്ന് പറയുന്നത്, ഇപ്പം അവിയലെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് രീതിയിൽ വെക്കാം. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയുടെ അവിയലാണ്. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എത്ര രീതിയിൽ വെച്ചാലും ഏതൊക്കെ രീതിയിൽ വെച്ചാലും ഈ അവിയലാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഞാൻ സാറാമ്മക്ക് വാരി കൊടുക്കുകയാണ്. അവിയലിൽ നല്ല അടിപൊളിയായിട്ട് ചക്കക്കുരുവൊക്കെ നല്ല മുഴുപ്പിന് അത്യാവശ്യം നല്ല സൈസിന് ഒരു ചക്കക്കുരു 2ആയിട്ട് കീറി ഇട്ടിട്ടുള്ള ചക്കക്കുരുവും അതുപോലെ തന്നെ മുരിങ്ങക്കോലും എല്ലാ വെജിറ്റബിൾസും വീട്ടിലുണ്ടായ ഓൾമോസ്റ്റ് കൂടുതൽ വെജിറ്റബിൾസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ നിന്നാണ് വഴുതനങ്ങ, അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക, പച്ചമുളക്, കറിവേപ്പില, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെജിറ്റബിൾസൊക്കെ കൂടുതലും ഇട്ടിട്ടുള്ള ഒരു അവിയലാണ്. അപ്പോൾ സാറായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പീസ് ചിക്കനും ഒരു ചെറിയ പീസ് കിളിമീൻ പൊരിച്ചതും
അവിയലും ഒക്കെ ചേർത്ത് മോൾക്ക് വാരി കൊടുക്കുകയാണ്. അപ്പോൾ സാറയുടെ ഫുഡടി കഴിഞ്ഞ് ഒന്ന് റിലാക്സായി ഒന്ന് സമാധാനമായിട്ട് നമുക്ക് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഞാൻ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ കൊച്ചിന് വാരി കൊടുക്കും. അപ്പോൾ സാറയുടെ ഫുഡടി പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സെക്കൻഡ് മീൽ, ഇന്നത്തെ രണ്ടാമത്തെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫുഡ് ലഞ്ച് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു പിടി ചോറെടുത്തു, അതിലേക്ക് ഒരു കണ്ണിമാങ്ങ അച്ചാർ, ഒരു പീസ് കണ്ണിമാങ്ങ, രണ്ട് ചെറിയ കണ്ണിമാങ്ങ അച്ചാർ വെച്ചു. അതിലേക്ക് ഞാൻ കിളിമീൻ പൊരിച്ചത്, ഒരു 2 കിളിമീൻ പൊരിച്ചത് വെച്ചു. പിന്നെ അവിയലൊക്കെ കുറച്ച് എക്സ്ട്രാ എടുത്ത് നന്നായിട്ട് കൂട്ടുന്നുണ്ട്. കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അവിയൽ, നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴും നമ്മൾ അവിയൽ വെക്കാറുണ്ട്. ഞാനും അമ്മച്ചിയുടെ രീതിയിലുള്ളൊരു അവിയലാണ് വെക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾക്ക് ഫേവറേറ്റായിട്ട് നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ഫുഡ് ഉണ്ടാക്കി തരുമ്പോഴത്തേനും അത് കഴിക്കാൻ പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ കിളിമീൻ കറി, കുറച്ച് മീൻകറിയും കൂടെ ഒഴിച്ചു. വേറെ എന്തൊക്കെയോ കറികളും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ഞാൻ ഓവറാക്കുന്നില്ല. എനിക്കിന്ന് ഇത്രയും കറികൾ മതി. അപ്പോൾ തോരനോ മെഴുക്ക് പുരട്ടിയോ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ അതൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത്. നല്ല അടിപൊളി മുളകിട്ട, കുടംപുളിയൊക്കെ ഇട്ട നല്ല അടിപൊളി മീൻകറിയും, അതിലേക്ക് കുറച്ച് അവിയലൊക്കെ ചേർത്ത് ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഒക്കെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് കണ്ണിമാങ്ങ ഒക്കെ കടിച്ചു കൂട്ടി ആ ഒരു അടിപൊളിയായിരുന്നു. പിന്നെ അവിയലെന്ന് പറയുന്നത് ഞാൻ കുറച്ച് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും അവിയലെടുത്ത് നല്ല രീതിയിൽ കൂട്ടുമായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ലഞ്ചായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നാടൻ ചോറും കറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് എന്നും നാടൻ ചോറും കറിയും എന്നല്ല എങ്കിലും കൂടുതലായിട്ട് നാട്ടിലൊക്കെ വരുമ്പോഴത്തേനും കൂടുതലും നാടൻ ചോറും കറിയും കഴിക്കാനാണ് താല്പര്യം. അപ്പം ബാക്കിയുള്ള ഐറ്റംസൊക്കെ എന്ന് പറയുന്നത് അതിനേക്കാളും താല്പര്യം നാടൻ ചോറും കറിയുമാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നാടൻ ഐറ്റംസ് തന്നെയാണ് കഴിക്കൽ. അപ്പോൾ വളരെ കിളിമീൻ പൊരിച്ചതൊക്കെ എനിക്ക് ഫിഷുകളിൽ ഇപ്പം കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് നെത്തലിയും അതുപോലെ തന്നെ കിളിമീൻ പൊരിച്ചതൊക്കെയാണ്. അപ്പം ഞാൻ ദുബായിലും എനിക്ക് ഫിഷ് കറി അത്ര വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. പിന്നെ അമ്മച്ചിയുടെ മീൻകറി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒഴിച്ച് കൂട്ടുന്നതാണ്. എനിക്ക് ഫിഷ് ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടം. അവിയലിൽ നിന്നൊക്കെ അടിപൊളി മുരിങ്ങക്കോലും അതുപോലെ തന്നെ ചക്കക്കുരുവൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് നാൾ കൂടിയിട്ട് ചക്കക്കുരുവൊക്കെ കഴിച്ചതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ്. അമ്മച്ചി ചക്ക അപ്പം ഉണ്ടാക്കി തന്നു, അതായത് ഇടനേലയപ്പം ഉണ്ടാക്കി തന്നു. അതുപോലെ തന്നെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി, ചക്കക്കുരു പൊരിച്ചത്, പിന്നെ അവിയലിൽ ചക്കക്കുരു ഇടുന്നു, സാമ്പാറിൽ ചക്കക്കുരു ഇടുന്നു, പിന്നെ ചക്ക വറുത്തത്, അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ എൻ്റെ ലഞ്ചടി പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈവനിങ് ടൈമായി. ഈവനിങ് ടൈം എന്ന് പറയുമ്പോൾ ഞാൻ ചായ കുടിക്കുന്നത് ഒരു വൈകുന്നേരം, അത്ര ഈവനിങ് അല്ല, ഒരു 6:30-7 കൂടിയിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ചൂട് ചായയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പവും അതുപോലെ തന്നെ നമ്മുടെ ചക്കയപ്പം, ഇടനേലയപ്പം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചായ, നല്ല ചൂട് ചായ ഊതി കുടിക്കുകയാണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ണിയപ്പം എന്ന് പറയുന്നത് അടിപൊളി. ഇത് അമ്മച്ചി ഉണ്ടാക്കിയ ഉണ്ണിയപ്പം അല്ല, കഴിഞ്ഞ ദിവസം ഹോം മെയ്ഡ് ഉണ്ണിയപ്പം പാക്കറ്റ്സിൽ വിൽക്കാനായിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്നതാണ്. പൊരിച്ച് ചൂടോടെയാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ 2 പാക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായിട്ട് ചായക്കൊന്നും ഞാൻ അമ്മച്ചീനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടനേലയപ്പവും ഉണ്ണിയപ്പവും വെച്ച് ഇന്ന് ചായ കുടിച്ചാൽ മതിയെന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു. അല്ലെങ്കിൽ അമ്മച്ചി എന്തൊക്കെയോ റെഡിയാക്കാൻ പോവാണ്, ചട്ടിപ്പത്തിരിയോ എന്തൊക്കെയോ ആക്കാൻ പോവാണ്. അപ്പോൾ ഉള്ള സാധനം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിപ്പിച്ചില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പവും ഇടനേലയപ്പവും ഒക്കെ കൂട്ടി ചായ കുടിച്ചു. അതിനുശേഷം നമ്മുടെ ഡിന്നർ ടൈം ആയപ്പോൾ രാവിലെ ഇഡ്ഡലിയായിരുന്നു, അതുകൊണ്ട് തന്നെ വൈകുന്നേരം ദോശയാണ് ആക്കിയത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള 2 ദോശയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ദോശ എടുത്തിട്ടുണ്ട്, അതിലേക്ക് സാമ്പാർ, നമ്മുടെ രാവിലത്തെ സാമ്പാർ. എനിക്ക് ഒരു ഫുഡ് ഐറ്റംസും വേസ്റ്റ് ആക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അമ്മച്ചിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, നമുക്ക് വൈകുന്നേരം ആ രാവിലത്തെ ചമ്മന്തിയും സാമ്പാറും എടുത്ത് തീർക്കാം. അതാവുമ്പോഴത്തേനും
നെക്സ്റ്റ് ഡേയിൽ പുതിയ റെസിപ്പീസ് നമുക്ക് കഴിക്കാമല്ലോ, പുതിയ ഐറ്റംസ് കഴിക്കാമല്ലോ. ഇതങ്ങ് ലെഫ്റ്റ് ഓവറായിട്ട് അങ്ങ് ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി നമ്മളെല്ലാവരും നല്ല അടിപൊളി തട്ട് ദോശയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ സാമ്പാറും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയും അതൊക്കെ കൂട്ടി നല്ല അടിപൊളി പിടിപിടിച്ചു. അപ്പോൾ സാറാക്ക് വാരിക്കൊടുത്തു. സാറയുടെ മക്കളുടെ ഡിന്നറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ദോശയും ഇഡ്ഡലിയും അതായിരുന്നു അമ്മച്ചിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഭയങ്കര സോഫ്റ്റ്, അടിപൊളി സോഫ്റ്റ്. ഞാൻ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുകയല്ലേ, അതുപോലെ ഭയങ്കര ടേസ്റ്റായിരുന്നു. വായിലിട്ട് അലിഞ്ഞു പോവും. ഞാൻ രണ്ടെണ്ണം ഒന്നും പോരായിരുന്നു, കുറച്ചും കൂടെയൊക്കെ കഴിച്ചു. എന്നാന്ന് വെച്ചാൽ നമുക്ക് 2 എണ്ണം കഴിച്ചിട്ടൊന്നും ആവുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ വായിലിട്ടെങ്കിൽ അലിഞ്ഞു പോവാണ്. പിന്നെ ചെറിയ ദോശയുമാണല്ലോ. വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഡിന്നറായിരുന്നു ഇന്നത്തത്. അപ്പോൾ വളരെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആ തേങ്ങാ ചമ്മന്തി എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇപ്പം അമ്മച്ചി അരച്ചപ്പോഴത്തേനും തേങ്ങാ ചമ്മന്തിക്കൊക്കെ വേറൊരു രുചി, എൻ്റേത് വേറൊരു രുചി. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് പൈനാപ്പിൾ ഒരു 3-4 പീസ് കഴിച്ചു. ദഹനത്തിനൊക്കെ ഒരുപാട് നല്ലതാണല്ലോ. അപ്പം ഞാൻ പൈനാപ്പിൾ ഇരുന്നു, അത് ഞാനെടുത്ത് കട്ട് ചെയ്ത് ഞാനത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വാട്ട് ഐ ഏറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. സോറി, ഇന്നത്തെയല്ല, എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഏറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.